Who will fight the war for us? ആരാ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നേ? What we have to do is, നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ചലഞ്ചസ് ഉണ്ട്, നമുക്ക് കഷ്ടം, ട്രിബുലേഷൻസ് ഉണ്ട്. കഷ്ടം എന്ന് കേൾക്കുമ്പോൾ അയ്യോ കഷ്ടം, ആ ഒരു അർത്ഥത്തിലുള്ള ഡിഫറെന്റ് വേർഷൻസ് ഓഫ് കഷ്ടംസ് ഉണ്ട്. അപ്പം അത് അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കാലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടായിരിക്കും നമ്മുടെ കഷ്ടം. ആ സിറ്റുവേഷൻ നമുക്ക് വൺ വേ ഓർ അതർ വേ നമുക്ക് എല്ലാവരുടെയും ലൈഫിലുണ്ട്. പക്ഷേ അതിന്റെ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആ യുദ്ധം ദൈവമാണ് ചെയ്യുന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉറച്ചു നിൽപ്പിൻ. നിങ്ങൾ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഏറ്റവും പ്രശ്നം ഇതാ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം, മിണ്ടാതിരുന്ന അറിയാൻ ഞാൻ ദൈവമെന്ന്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞോളൂ. സഖറിയാവോട് ദൈവം വന്ന് പറഞ്ഞു, ദൂതം വന്ന് പറഞ്ഞു, നിനക്കൊരു പുള്ളിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, എങ്ങനെ നടക്കും ഈ കാര്യങ്ങള്? മിണ്ടാതെ കുഞ്ഞുണ്ടാകുന്നിടം വരെ വാ തുറന്നില്ല. അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു അത് അബോട്ട് ചെയ്ത്, ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുവാണല്ലോ, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? ഈ പുള്ളി പുരോഹിതനായിരുന്നു. ഇതേ ചോദ്യമാണ് മറിയ ചോദിച്ചത്, അല്ലേ? മറിയ ചോദിച്ചല്ലേ, പുരുഷനെ അറിയാത്ത ഞാനിത് എങ്ങനെ സംഭവിക്കുന്നു? രണ്ടുപേരും ചോദിച്ച, ഒരാൾ ചോദിച്ചത് ഡൗട്ടില്ല. ഈ പ്രാർത്ഥനയൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചതാ, എനിക്ക് വയസ്സായി, അവക്കും വയസ്സായി, ഞാൻ ഇതെന്നെ ഉപേക്ഷിച്ച പ്രാർത്ഥന, പിന്നെ ഇനി ഇതെങ്ങനെയാ സംഭവിക്കും? മറിയ ചോദിച്ചത്, മറിയ അടുത്ത വാക്കിൽ നമുക്കറിയാം, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അതായത് ഷീ സബ്മിറ്റഡ് ടു ദ വേർഡ്, ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ടു. അതായത് മിണ്ടാതിരുന്നു. പിന്നീട്